ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ നൊയിമ്പിൻ്റെ 18-ാമത്തെ ദിവസമായ ഇന്ന് ധ്യാനത്തിനായി കിട്ടിയ ദൈവവചനം 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ധ്യാനിക്കാൻ എന്നെ ശക്തീകരിക്കണമേ. കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. ശരീരത്തിൽ നമ്മുടെ പാപത്തെ ചുമക്കുകയാണ് ചെയ്തത്. 1 പത്രോസ് 1:19 പ്രകാരം പറയുന്നു, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട് എന്ന്. ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന അടിമകൾ തങ്ങളുടെ നിഷ്കളങ്കത്വം തെളിയിക്കുവാൻ പാടുപെടുമായിരുന്നു. എന്നാൽ ക്രിസ്തു സ്വയം നിഷ്കളങ്കനായിരുന്നിട്ടും അത് തെളിയിക്കാൻ ബന്ധപ്പെട്ടില്ല. കാരണം ആരോപിക്കപ്പെട്ടതും ആരോപിക്കപ്പെടാത്തതുമായ ലോകത്തിൻ്റെ മുഴുവൻ പാപവും ഏറ്റെടുക്കാൻ ആ ശരീരം സന്നദ്ധമായി. യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 1:27 പറയുന്നു, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ദൈവം സൃഷ്ടിച്ച ആദമും ഹൗവയും ഏദൻ തോട്ടത്തിൽ പാർത്തു വന്നു. ഇങ്ങനെയിരിക്കെ യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. പാമ്പ് ഹൗവയോട് സൗഹൃദം സ്ഥാപിച്ച് ദൈവം തിന്നരുത് എന്ന് വിലക്കിയ വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ വേണ്ടി ഹൗവയെ പ്രേരിപ്പിച്ചു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാര്യവുമെന്ന സ്ത്രീ കണ്ടു. ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഇങ്ങനെ ഏദൻ തോട്ടത്തിലായിരുന്ന ആദമിനും ഹൗവയ്ക്കും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത് മൂലം ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം അവരെ പുറത്താക്കി. ഇങ്ങനെ ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ മനുഷ്യൻ പാപികളായി തീർന്നു. റോമർ 5:19 ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇങ്ങനെ പാപികളായി സാത്താൻ്റെ പിടിയിലായ മനുഷ്യരെ രക്ഷിപ്പാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമായി തീർത്തു. ഈ സമയം ഒരു സംഭവ കഥ ഓർത്തു പോകുന്നു. റെയിൽവേ ക്രോസിൽ ജോലി ചെയ്തു വരുന്ന ഒരു സാധാരണ മനുഷ്യൻ. അയാൾക്കൊരു മകനുണ്ടായിരുന്നു. ആ കുഞ്ഞ് പിതാവിൻ്റെ കൂടെ ജോലിസ്ഥലത്ത് വരിക പതിവായിരുന്നു. അന്നും പതിവ് പോലെ ആ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ വരാൻ സമയമായി. പിതാവ് ഗേറ്റ് അടയ്ക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ നിലവിളി കേട്ടു. കുഞ്ഞ് അപകടത്തിൽപ്പെട്ടു. ഒരു നിമിഷം കുഞ്ഞിനെ രക്ഷിക്കാൻ പോയാൽ വരുന്ന ട്രെയിൻ അപകടത്തിൽപ്പെടും. ട്രെയിൻ അപകടത്തിൽപ്പെട്ടാൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ നഷ്ടമാകും. പിതാവ് ചിന്തിച്ചു, എൻ്റെ മകനെ രക്ഷിച്ചാൽ മകൻ രക്ഷപ്പെടും. ആ ട്രെയിനിലുള്ള അനേകർ നഷ്ടമാകും. അതുകൊണ്ട് മകൻ്റെ കരച്ചിൽ കേട്ടിട്ടും അത് ശ്രദ്ധിക്കാതെ തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ട്രെയിൻ കടന്നുപോയി. ട്രെയിനിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു. തൻ്റെ ഒരേ ഒരു മകൻ എന്നേക്കുമായി നഷ്ടമായി. ഇതുപോലെ ഏക മനുഷ്യൻ്റെ ആദമിൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാവികളായി തീർന്നു. അവരെ രക്ഷിപ്പാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവായ ദൈവം ക്രൂശിൽ യാഗമാക്കി. വിശുദ്ധ യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ പാവികളായ നമ്മെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ മകനെ നമുക്ക് വേണ്ടി യാഗമായി തീർത്തു. യെശയ്യാ 53:4 പറയുന്നത് പോലെ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ കർത്താവ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇപ്രകാരം നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് കർത്താവ് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നമ്മുടെ പാപങ്ങൾ മാത്രമല്ല, നമ്മുടെ സകല രോഗങ്ങൾക്ക് വേണ്ടിയും കർത്താവ് ക്രൂശിതനായി. സങ്കീർത്തനം 103:3 പറയുന്നത് പോലെ, അവൻ തൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലോകമോഹങ്ങൾക്ക് അടിമപ്പെടാതെ കർത്താവിന് വേണ്ടി ജീവിക്കാം.
അതുകൊണ്ട് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകി തന്ന കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ.